കഴിഞ്ഞ റൗണ്ടില് ഷോളിന്റെ പ്രശ്നം വന്നപ്പോ മൊത്തമായിട്ട് ഷോളങ്ങ് ഒഴിവാക്കിയോ? വേണ്ട തീരുമാനിച്ചല്ലേ? ജീവിതത്തിലെ ഒഴിവാക്കി. ഈശ്വര, അങ്ങനെ പറയണ്ട, കുറച്ച് കഴിഞ്ഞാടാ. ഏത് ലവ് സ്റ്റോറിയാ പറയാൻ പോന്നെ? പ്രേമലേഖനം. പ്രേമലേഖനം ബഷീർ. മോൾ എത്രയിലാ പഠിക്കുന്നേ? +1. +1. പ്രേമലേഖനം വല്ലതും കിട്ടിയിട്ടുണ്ടോ? ഇല്ല. ഇല്ലല്ലേ. ഓൾ ദി ബെസ്റ്റ് ശ്രീലക്ഷ്മി. താങ്ക് യു. 1942 സെൻട്രൽ ജയിലിൽ വെച്ച് വൈക്കം മുഹമ്മദ് ബഷീർ എഴുതിയ പ്രേമലേഖനം എന്ന കഥയിലേക്ക് ഞാൻ നിങ്ങളെ ക്ഷണിക്കുകയാണ്. പ്രിയപ്പെട്ട സാറാമ്മേ, ജീവിതം യൗവന തീക്ഷ്ണവും ഹൃദയം പ്രേമസുരഭിലവുമായിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഞാൻ സാറാമ്മയോടുള്ള പ്രേമത്തിൽ കഴിയുകയാണ്. മധുരോദാരമായ ഒരു മറുപടി ആഗ്രഹിച്ചുകൊണ്ട് സാറാമ്മയുടെ സ്വന്തം കേശവൻ നായർ. സാറാമ്മയുടെ അപ്പച്ചനും ചിറ്റമ്മയ്ക്കും ദാമ്പത്യ ജീവിതമാകുന്ന കണ്ണിലെ കരടാണ് സാറാമ്മ. ഒറ്റപ്പേടലിൻ തൂരുത്തിലാണ് പക്വതയുള്ളവൾ സുന്ദരാംഗി. ഒറ്റപ്പേടലിൻ തൂരുത്തിലാണ് പക്വതയുള്ളവൾ സുന്ദരാംഗി. അവളുടെ അപ്പച്ചന്റെ വീടിന്റെ ഒരു മുറിയിൽ വാടകയ്ക്ക് താമസമാണ് സ്വകാര്യ ബാങ്കിൽ ജോലിയുള്ള കേശവൻ നായർ. വയസ്സ് 25. സുന്ദരിയായ സാറാമ്മ മെട്രിക്കുലേഷൻ പരീക്ഷ പാസ്സായി 2-3 വർഷമായി വീട്ടിൽ ചുമ്മാ ഇരിപ്പാണ്. കേശവൻ നായർക്ക് സാറാമ്മയോട് കടുത്ത പ്രണയം. മുട്ടിട്ടു വന്നാരോ രാഗം വളർന്നങ്ങ് ആകാശമുട്ടുന്ന പോലെയായി. മുട്ടിട്ടു വന്നാരോ രാഗം വളർന്നങ്ങ് ആകാശമുട്ടുന്ന പോലെയായി. കേശവൻ നായർ പ്രേമത്തിന്റെ സെന്റുകുപ്പി തുറക്കാൻ തുടങ്ങുമ്പോൾ സാറാമ്മ മൂക്കുകുത്തും. എന്താണ് ഒരു ദുർവാട? കേശവൻ നായർ എഴുതി തയ്യാറാക്കിയ പ്രേമലേഖനം സാറാമ്മയ്ക്ക് കൊടുത്തു. അവൾ അത് വായിച്ചിട്ട് ചുരുട്ടിക്കൂട്ടി ഒരേറ് കൊടുത്തു. അയാൾ ആ കത്ത് കിടക്കുന്നിടത്തേക്ക് ഒന്ന് നോക്കുവാൻ പോലും തുനിഞ്ഞില്ല. കേശവൻ നായർ മൗനം പൂണ്ടു. സ്വതേ തമാശക്കാരനായ കേശവൻ നായർ സാറാമ്മയോട് പറഞ്ഞു, സ്ത്രീകളുടെ തലയിൽ നിലാവെളിച്ചമാണ്. അതല്ല, സ്ത്രീകൾ ദൈവത്തിന്റെ ഉത്കൃഷ്ട സൃഷ്ടിയാണ്. ഒരു ദിവസം മുറി പൂട്ടി ബാങ്കിലേക്ക് പോകുമ്പോൾ തന്റെ ജീവിതത്തിന്റെ സുന്ദര കുട്ടപ്പൻ താക്കോൽ സാറാമ്മയുടെ മടിയിലേക്ക് എറിഞ്ഞു കൊടുത്തു. തന്റെ ഉള്ളിലുള്ള പ്രണയം സാറാമ്മയെ ഒന്ന് അറിയിക്കുവാൻ കേശവൻ നായർ പാടുപെടുന്നു. പെണ്ണുങ്ങൾ കൊണ്ടു നടക്കും ഒരു തൊടുങ്ങു പൗഡർ തപ്പി. ഇങ്ങനെ കൊച്ചു വർത്താനങ്ങളുമായി എപ്പോഴും അയാൾ അവളെ സമീപിക്കും. പുരുഷന്മാർ കൊടുക്കുന്ന പ്രേമലേഖനങ്ങളും അതിൽ കാണുമായിരിക്കും. ഓരോ ദിവസവും കിട്ടുന്ന കത്തുകൾ കൂട്ടി ഒരു വലിയ വെട്ടിയിലാക്കും. അല്ല സാറാമ്മേ? കേശവൻ നായരുടെ കമന്റ്. വീട്ടിലെ ഏകാന്തതയിൽ നിന്നും രക്ഷപ്പെടാൻ എനിക്കൊരു ജോലി കിട്ടിയാൽ കൊള്ളാമായിരുന്നു, അവൾ അയാളോട് പറഞ്ഞു. കേശവൻ നായർ അക്കാര്യം ഏറ്റു. പല കല്യാണാലോചനകളും വന്ന് ഉഴപ്പിപ്പോയ കാര്യം കേശവൻ നായർ അവളെ ഓർമ്മിപ്പിച്ചു. ക്രിസ്ത്യാനിയല്ലോ വരും വരന്മാർ, സ്ത്രീധനം വേണം അവർക്കിറയും. ക്രിസ്ത്യാനിയല്ലോ വരും വരന്മാർ, സ്ത്രീധനം വേണം അവർക്കിറയും. സ്ത്രീധന ഏർപ്പാട് നല്ലതല്ല സാറാമ്മേ? അവളുടെ മറുപടി, കെട്ടേണം ക്രിസ്ത്യാനി നായരേയും നമ്മോരെ കെട്ടേണം ഇളവനെയും. മുസ്ലിം കെട്ടേണം ഹിന്ദുവിനെ, കെട്ടേണം ജാതി മാറി. സാറാമ്മ ചോദിച്ചു, എന്റെ ജോലിക്കാര്യം? ശരി, സാറാമ്മ ജോലിക്ക് നിയമിച്ചിരിക്കുന്നു. എന്ത് ജോലി? എന്നെ പ്രേമിക്കുക. അവളുടെ കണ്ണുകൾ പ്രകാശപൂരിതമായി. ശമ്പളം മാസം 20 രൂപ. അങ്ങനെ മാസം 20 രൂപയ്ക്ക് കേശവൻ നായരെ സാറാമ്മ പ്രേമിക്കാൻ വേണ്ടിയിട്ടു. സാറാമ്മ ചോദിച്ചു, അപ്പോൾ എനിക്ക് തന്നിരിക്കുന്ന ഈ ജോലി സ്ഥിരമോ അതോ ടെമ്പററിയോ? അയാൾ പറഞ്ഞു, സ്ഥിരം, ശാശ്വതം, അനന്തം. സാറാമ്മ ദിവസം 24 മണിക്കൂറും കേശവൻ നായരെ പ്രേമിക്കുന്നു.
ഞാനൊന്ന് ചുംബിച്ചു. എന്നെയോ? അതെ, അത് കൊള്ളാം. ചുംബനക്കാര്യം ഒന്നും നമ്മുടെ കരാറിലില്ല. അന്ന് കേശവൻ നായർക്ക് മദ്രാസിൽ നിന്നും ഉയർന്ന ഒരു ജോലിക്ക് ഓർഡർ വന്ന കാര്യം സാറാമ്മയെ അറിയിച്ചു. എന്റെ ശമ്പളവും കൂട്ടുമായിരിക്കും അല്ലേ? തീർച്ചയായും. നേരം സന്ധ്യയായപ്പോൾ സാറാമ്മ കേശവൻ നായരുടെ കട്ടിലിൽ ചെന്നിരുന്നിട്ട് ചോദിച്ചു, മദ്രാസിന് പോകുവാനുള്ള പണം? എന്റെ വാച്ചും മോതിരവും വിറ്റു. അവൾ ഒന്നും സംഭവിക്കാത്ത മട്ടിലിരുന്നു. ചിരകാലം കേശവൻ നായരുടെ കണ്ണുനീർ തുള്ളികൾ ആ മെത്തയിൽ പതിച്ചു. നീ എന്റെ കൂടെ പോരുന്നു. അവൾ സമ്മതം മൂളി. കേശവൻ നായർ യാത്രയ്ക്ക് തയ്യാറായി. അയാൾ സാറാമ്മയുടെ മുറിയിൽ ചെന്നപ്പോൾ മുറി തുറന്നു കിടക്കുന്നു. അവളുടെ കട്ടിലെ ഒരു തുണ്ട് കടലാസിൽ കേശവൻ നായരുടെ കണ്ണുകൾ പതിഞ്ഞു. അതിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു: അപ്പച്ചനും ചിറ്റമ്മയും അറിയുന്നു, ജീവിതം യൗവന തീക്ഷ്ണവും ഹൃദയം പ്രേമസുരഭിലവുമായിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ എനിക്ക് നല്ല ജോലി കിട്ടിയിരിക്കുന്നു. എന്നെ സ്ത്രീധനമില്ലാതെ വിവാഹം ചെയ്യുവാൻ മുഷിഞ്ഞ ഉടുതുണിയോടെ ഒരാൾ എത്തിയിരിക്കുന്നു. ഞാൻ പോകുന്നു എന്ന് സാറാമ്മ കേശവൻ നായർ റെയിൽവേ സ്റ്റേഷനിലേക്ക് ഓടി. അതാ നിൽക്കുന്നു തന്റെ എല്ലാമായ പ്രേയസി. ആഹ്ലാദകരമായ ഒരു ഉഗ്രൻ ചൂളം വിളിയോടെ തീവണ്ടി നീങ്ങി. സാറാമ്മ ഓടിക്കൊണ്ടിരുന്ന ആ ട്രെയിനിൽ നിന്നും റെയിൽവേ പാലത്തിന്റെ താഴേക്ക് നോക്കി. തങ്കം പോലെ പ്രതിബിംബം കാണുന്നു നീലാകാശം. കണ്ണീരൊഴുകുന്നു തങ്കം പോലെ പ്രതിബിംബം കാണുന്നു നീലാകാശം. അവരുടെ ആഹ്ലാദകരമായ ആ യാത്രക്കിടയിൽ കേശവൻ നായർ സാറാമ്മ കൊടുത്ത ഒരു പൊതി അഴിച്ചു നോക്കി. അതിൽ നിന്നതാ ഇറങ്ങി വരുന്നു ശമ്പളമായി കിട്ടിയ രൂപയിൽ നിന്നും 1 രൂപ മുടക്കി വാങ്ങിയ ലോട്ടറി അടിച്ചു കിട്ടിയ രൂപയടക്കം അയാൾ അത് എണ്ണി നോക്കി. 1099 രൂപ. ഇത് കൊടുത്തൊരു വാച്ചും മോതിരവും വാങ്ങണം. സാറാമ്മ അവളുടെ ബ്ലൗസിനിടയിൽ നിന്നും അനേക കാലത്തെ വീർപ്പിൽ കുളിച്ച ഒരു കത്തെടുത്ത് കേശവൻ നായർക്ക് കൊടുത്തു. ജീവിതം യൗവന തീക്ഷ്ണവും ഹൃദയം പ്രേമസുരഭിലവുമായിരിക്കുന്ന ഈ ഘട്ടത്തിൽ എന്നതിൽ എഴുതിയിരിക്കുന്നു. അവൾ അയാളെ ചുംബിച്ചുകൊണ്ട് പറഞ്ഞു, നമ്മൾ തന്നെയാണ് പ്രേമലേഖനം. നന്ദി, നമസ്കാരം.